ഹലോ, ഞാൻ ജയമോൾ. തൊണ്ട തുറന്നു. ഹലോ, ഞാൻ ജയമോൾ. എല്ലാവർക്കും ലളിത പാചകങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ നൂഡിൽസും റൊമാൻറ്റിക് ചിക്കനും നമ്മുടെ പുഡിങ്ങും ഒക്കെ എല്ലാവരും റെഡിയാക്കി നോക്കിയോ? റെഡിയാക്കി നോക്കിയെങ്കിൽ ഇന്ന് നമുക്ക് ഒരു അടിപൊളി റെസിപ്പി ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്ന് ലളിത പാചകങ്ങളിൽ കാണിക്കുന്നത് ഒരു ബീഫ് ചാപ്സ്. നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ വിളമ്പുന്ന ഒരു ബീഫ് ചാപ്സ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 8 മീഡിയം സൈസിലുള്ള സബോള നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ കുറച്ച് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളി, ഒരു ടൊമാറ്റോ തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്നു, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് പെരിഞ്ജീരകം, 2-3 ബേ ലീവ്സും കൂടി വേണം അതിൻ്റെ കൂടെ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. അതിൻ്റെ കൂടെ ഞാൻ ഒരു 3-4 ഏലക്കായും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാൽ പൊടി. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് 1 കിലോ ബീഫ്. ഇത് ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് വെന്തതാണ്. ഇത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ ഇത് അതിൻ്റെ സ്റ്റോക്കാണ്, വെന്ത വെള്ളമാണ്. വെള്ളം ഒഴിക്കാതെയാണ് ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ബീഫെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. തിന്നായിട്ട് വേണം എന്ന് പറഞ്ഞ് ഒരുപാട് തിന്നായിട്ട് വേണ്ട, ഒരു ഏകദേശം ഈ കട്ടയിൽ മതിയാകും. ഈ കട്ടയിൽ. അപ്പം ഞാനിവിടെ ബീഫെല്ലാം നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും കട്ടിയാകാവുള്ളൂ, ഒരുപാട് കട്ടിയായി പോകരുത്. ഇച്ചിരി നെയ്യൊക്കെയുള്ള ബീഫാണെങ്കിൽ ഒത്തിരി നല്ലതാണ്, ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇത് ഞാൻ വേവിച്ചപ്പോൾ ഇച്ചിരി കുരുമുളകും ഉപ്പും കൂടി ഇട്ടാണ് കേട്ടോ വേവിച്ചിരുന്നത്. വെള്ളം ഒഴിച്ചില്ല. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്ന ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇവിടെ റെഡിയായിട്ട് വെച്ചിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഓരോ ബീഫിൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫിൻ്റെ പീസുകളെല്ലാം ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്നും മൊരിഞ്ഞാൽ മതി കേട്ടോ, ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി അടുത്ത നമ്മുടെ കുക്കിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ബീഫ് വറുത്ത എണ്ണയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ടു. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 കിലോ ബീഫാണ് നമ്മൾ ചാപ്സ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇനി അടുത്തത് ഞാൻ ഇടുന്നത് 2 ടേബിൾ സ്പൂൺ നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളിയാണ്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി റോസ്റ്റായി വരണം. നമുക്ക് ഇച്ചിരി കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് ഉള്ളി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം ഉള്ളി. ഞാനിതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ട് പച്ചമുളക് ചേർക്കണം നമ്മുടെ ചാപ്സിന്. കാരണം ഈ ഉള്ളി നന്നായിട്ട് ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ മധുരം മുന്നോട്ട് നിൽക്കും. അത് കാരണം നന്നായിട്ട് പച്ചമുളക് വേണം. ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉള്ളിയിലേക്ക്. നമ്മുടെ സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും നമ്മൾ അതിനെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർക്കാം. നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ നടുക്കോട്ട് ഇട്ട് കൊടുക്കാം. ഇത് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടിയുടെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണം ചേർക്കാനായിട്ട് നോക്കിയിട്ട്. കാരണം നമ്മൾ നന്നായിട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇതിൽ. അതുകൊണ്ട് മുളക് പൊടിയുടെ കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതി. ഞാനിതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി.
ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ബേ ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 2 ടീസ്പൂണാണ്. നന്നായിട്ട് 2 ടീസ്പൂൺ ഗരം മസാല. അതിൻ്റെ കൂടെ ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു 4 ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തു. നന്നായി ഇളക്കി കൊടുക്കാം. മസാല എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടൊമാറ്റോ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന ഇത് ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കുമ്പം അതിൻ്റെ തൊലി ഇളകി വരും. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആ ടൊമാറ്റോയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം അതിലേക്ക്. ഡ്രൈ ആണെന്ന് തോന്നുമ്പം നമുക്ക് നമ്മുടെ ബീഫ് വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി അതിനെ യോജിപ്പിച്ച് കുറേശ്ശെ വേണം കേട്ടോ, എല്ലാം കൂടി ഒന്നിച്ച് ഒഴിക്കരുത്. ഇതിന് വെച്ചേക്ക് ആവശ്യമുണ്ട്. ടൊമാറ്റോയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് യോജിച്ച് വരണം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് അതിനെ നന്നായി മസാല പിടിക്കാനായി നമുക്കിതിലേക്ക് നന്നായി ഇളക്കി ചേർക്കാം. ബീഫൊക്കെ നന്നായി ഇളകി ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ തേങ്ങാപ്പാലാണ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതിൻ്റെ തലപ്പാൽ തന്നെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഇങ്ങനെ ചേർക്കുമ്പോൾ നന്നായിട്ട് ആ പൊടി ബീഫിലൊക്കെ നന്നായിട്ട് പിടിച്ച് ഉള്ളിയും എല്ലാത്തിലും നന്നായിട്ട് ആ തേങ്ങാപ്പാൽ പൊടി നല്ല പിടിച്ച് ഇത് കറി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഇനി ബാക്കി സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കുവാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ഇറച്ചിയുടെയും ആ കുരുമുളകും പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല സ്മെല്ലാണ്. ഈ നല്ല സ്മെല്ല് പോലെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കൂട്ടുമ്പം. ഇനി നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് മസാല എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്തിരി വെള്ളം കൂടി ആവശ്യമുണ്ട്. നമ്മൾ ഒന്ന് മസാല പിടിച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് എന്തായെന്ന് നോക്കാം. 5 മിനിറ്റ് മൂടി വെച്ചിരിക്കുമായിരുന്നു. ആഹാ, നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതുപോലെയല്ല ഇരിക്കട്ടെ, ഇച്ചിരിയും കൂടി ലൂസാകണം. ശകലം ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ഗ്ലാസ്സാണ് ഒഴിച്ചത്. ഇപ്പോൾ ബാക്കി 1/2 ഗ്ലാസും കൂടി. നല്ല തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ കേട്ടോ. നമ്മൾ എന്തും ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ നല്ല തിളപ്പിച്ച വെള്ളമേ ചേർക്കാവുള്ളൂ. പച്ച വെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് അവസാനമായിട്ട് അല്പം പെരുംജീരകപ്പൊടി കൂടി തൂകി നമുക്ക് ഓഫ് ചെയ്തേക്കാം. കറിവേപ്പില. ഇനി നമുക്ക് അവസാനമായി ഒരു തട്ടിക്കൂട്ട് പരിപാടിയും കൂടി ഉണ്ട്. നമ്മുടെ ബീഫ് ചാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗാർണിഷിന് വേണ്ടി ഞാൻ ഒരു 2 അല്ലി വെളുത്തുള്ളി 1 ടീസ്പൂൺ എണ്ണയിൽ മൂപ്പിച്ചതിലേക്ക് ഒഴിക്കുവാണ്. ഭയങ്കര നല്ലൊരു
സ്മെല്ലും നല്ലൊരു ഫ്ലേവറുമാണ് വെളുത്തുള്ളി മൂപ്പിച്ച അവസാനം കറിയിൽ ചേർക്കുന്നത്. ഇത് ഈ പരുവത്തിലാണ് നമ്മൾ ചാപ്സ് എടുക്കുന്നത്. ഒരുപാട് വെള്ളം ആയി നീണ്ടു പോകരുത്. നമ്മൾ അപ്പത്തിനൊക്കെ കൂട്ടുമ്പം നമുക്ക് കറി ഇട്ടാൽ അവിടെ നിൽക്കണം, ഓടിപ്പോകരുത് അതിൻ്റെ ചാറൊന്നും. അതുകൊണ്ട് ഈ പരുവത്തിൽ കറിയാക്കി എടുക്കാവുള്ളൂ. അപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇച്ചിരി നേരം മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് ചാപ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ പ്ലേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് ചാപ്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എല്ലാം, ഈവൻ ബ്രെഡിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ഇന്ന് ഞങ്ങളിവിടെ കഴിക്കാൻ പോകുന്നത് കുറച്ച് പൊറോട്ടയും ബീഫ് ചാപ്സുമാണ് ഇന്നിവിടെ ഞങ്ങൾ കഴിക്കാൻ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ബീഫ് ചാപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നിയാൽ എല്ലാവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ആർക്കൊക്കെ വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട. ഈ ബീഫ് ചാപ്സ് ഉണ്ടാക്കിയപ്പം എൻ്റെ മനസ്സ് നിറഞ്ഞതുപോലെ ഇതുണ്ടാക്കി കഴിക്കുമ്പം നിങ്ങളുടെ മനസ്സുകളും നിറയട്ടെ. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. അപ്പം